യഥാർത്ഥ സ്നേഹമുള്ളവർ ആരായാലും അവർ അവഗണിക്കപ്പെടുന്നതിന് പിന്നിലെ രഹസ്യം ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് ഇതാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പൊതു രീതി ഇതാണ്. ഇതിനെ നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കൂ, അല്ലെങ്കിൽ അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ. മാറ്റം വരുത്താൻ ഒരിക്കലും കഴിയത്തില്ല. ഇനി നിങ്ങൾ വീഡിയോ കേൾക്കുക. എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഹൃദയത്തിൽ നല്ല സ്നേഹം ഉള്ളവരോട് ചേരുന്നത് അവരോട് ഒട്ടും സ്നേഹം ഇല്ലാത്തവരായിരിക്കും. എന്നാൽ ഹൃദയത്തിൽ ഒട്ടും സ്നേഹം ഇല്ലാത്തവരോട് ചേരുന്നത് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഇത് പ്രകൃതിയുടെ ഒരു വിരോധാഭാസമാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, പോകണമെന്ന ആഗ്രഹമുണ്ട്. കൂടെയുള്ള വ്യക്തികളെയൊക്കെ സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷേ നിങ്ങളോട് ചേർക്കപ്പെടുന്ന വ്യക്തികൾ, അത് വിവാഹത്തിലാകാം, സുഹൃത്ത് ബന്ധങ്ങളിലാകാം, അങ്ങനെ ഏതിലുമാകാം, നിങ്ങളോട് ചേർക്കപ്പെടുന്നവർ നിങ്ങൾ സ്നേഹിക്കുന്നതിന് പകരമായി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ കഴിവുള്ളവർ ആയിരിക്കില്ല. നിങ്ങളോട് ഒട്ടും സ്നേഹമില്ലാത്തവരായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ മുതലെടുത്തുകൊണ്ട് അവർ നിങ്ങളെ പറ്റിക്കും. നിങ്ങളുടെ പണം അപകരിച്ചു പോകും. നിങ്ങളെ ഏത് രീതിയിലും ചതിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും അവരുടെ ഹൃദയത്തിൽ. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന സ്നേഹത്തിനൊന്നും വിലയില്ല എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ വേദനിക്കാൻ ഇടയായിത്തീരുന്നു. ഒരിക്കലും മാറ്റം വരാത്ത ഒരു രഹസ്യം ഇതാണ്. ഇത് പ്രകൃതിയുടെ ഒരു രഹസ്യമാണ്. സ്നേഹം ഉള്ളവരിലേക്ക് സ്നേഹമില്ലാത്തവരെ ചേർക്കുന്നു, സ്നേഹമില്ലാത്തവരിലേക്ക് സ്നേഹമുള്ളവരെ ചേർക്കുന്നു. ഒരിക്കലും ഒന്നും പെർഫെക്റ്റായ രീതിയിൽ മുന്നോട്ട് കടത്തിവിടുന്നില്ല പ്രകൃതി. നിങ്ങൾ സ്നേഹബന്ധങ്ങളിൽ നോക്കുക, കുടുംബ ബന്ധങ്ങളിൽ നോക്കുക, ഏത് ബന്ധങ്ങളിലും നോക്കുക. അങ്ങനെ എല്ലാവരും ഒരേ രീതിയിൽ ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളില്ലല്ലോ, കുടുംബ കോടതികൾ വേണ്ടല്ലോ, യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, കേസുകളില്ല, വഴക്കുകളില്ല, ഒന്നുമില്ല. അപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം, സ്വരച്ചേർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്നതിനുള്ള കാരണം പരസ്പരമുള്ള ഐക്യമില്ലായ്മയും അല്ലെങ്കിൽ പരസ്പരമുള്ള വികർഷിക്കലുമാണ്. ഇനി ഒരു വ്യക്തി സ്നേഹിച്ചാൽ മറ്റേ വ്യക്തി വികർഷിക്കുന്നു, മറ്റേ വ്യക്തി സ്നേഹിച്ചാൽ ഈ വ്യക്തി വികർഷിക്കുന്നു. ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള മനുഷ്യവർഗത്തിൻ്റെ ഒരു അവസ്ഥ കിടക്കുന്നത്. അങ്ങനെയാണ് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒന്നും ചേർച്ചയായി കാണപ്പെടുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചേർച്ചയായി കാണപ്പെടുകയാണെങ്കിൽ അത് അധികം നാൾ നിൽക്കത്തുമില്ല. ചേർന്ന് പോകുന്ന എന്ത് സംരംഭങ്ങളും വിജയിക്കുക പ്രയാസമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് പിളർന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ വളരെ അപൂർവം മാത്രം അങ്ങനെ പോയെങ്കിൽ പോയി എന്നേ വരത്തുള്ളൂ. ഇനി അഥവാ പോയാൽ തന്നെ അതിനുള്ളിൽ നിറയെ പൊട്ടിത്തെറിയുമായിരിക്കും. യോജിച്ച് പോകുന്നവ യോജിച്ച് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ യോജിപ്പിച്ച് ഒരിക്കലും വിടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ വീക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങളോട് എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വേദനിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇതാണ് പ്രകൃതിയുടെ ഒരു അവസ്ഥ. ഞാൻ എത്ര സ്നേഹിച്ചു കഴിഞ്ഞാലും എന്നോട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഏതവസ്ഥയിലും നിങ്ങൾ തമ്മിലൊരു സംരംഭം തുടങ്ങുന്ന ഒരു വ്യക്തിയുമായി, ആ വ്യക്തി നിങ്ങളെ പ്രശ്നത്തിലാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയൊരു വശമുണ്ട് എന്ന്. എന്ത് കാര്യത്തിലും ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നന്മയായി മുന്നോട്ട് കൊണ്ടുപോകുക. പക്ഷേ ഇടർച്ച വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾ വിഡ്ഢിയായിത്തീരും, നിങ്ങളുടെ പണം നഷ്ടമാകും, എല്ലാം പോകും. പക്ഷേ എന്തും മനസ്സാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധി. അത് കുടുംബത്തിലായിക്കോട്ടെ, സ്നേഹത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലായിക്കോട്ടെ, എല്ലാം മനസ്സാക്കി പ്രവർത്തിക്കുക. തകർച്ച വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളും ആ രീതിയിൽ ബ്രേക്ക് ഔട്ട് നിൽക്കുക. ഏത് രീതിയിലും നമ്മൾ എന്ത് കാര്യത്തെയും നോക്കി മനസ്സാക്കി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ വിജയം. ഒരു വ്യക്തി നമ്മളെ വീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പുറമേ കാണിക്കാതെ ആ വ്യക്തിയെ ഉള്ളുകൊണ്ട് വീഴ്ചച്ചുകൊണ്ടിരിക്കുക. ഒരു സംരംഭത്തിൽ നിങ്ങൾ ചെന്ന് ചാടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മെച്ചമുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. മെച്ചമില്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അതിങ്ങനെ പോയിക്കോട്ടെ എന്ന് വെക്കുക. എല്ലാം മനസ്സാക്കി പ്രവർത്തിക്കുക. പക്ഷെ ആരെയും പിണക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കിയിരിക്കുക ജീവിതത്തിൽ. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അതും വേറെ അവസ്ഥയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ദൃഷ്ടി പോകുന്ന വേറെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെയും സ്നേഹിക്കാൻ സാധിക്കത്തില്ല. അവരുടെ ദൃഷ്ടിയും സാഹചര്യങ്ങളും വേറെയാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രകൃതിയുടെ അവസ്ഥകൾ. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പല ജീവിതങ്ങളും അല്ലെങ്കിൽ പല കുടുംബങ്ങളും തകരുന്നത്. അല്ലെങ്കിൽ തകർന്ന് ഒന്നും പുറമേ കാണിക്കാതെ നീറി ജീവിച്ച് മുന്നോട്ട് പോകുന്നു. കുടുംബത്തിൽ പരസ്പരം ചേർച്ച ഉണ്ടാകില്ല. പക്ഷെ ഒന്നും പുറമേ കാണിക്കാതെ ഒരുമിച്ച് നടന്ന് നീറി മുന്നോട്ട് പോവുകയാണ്. ഇനി അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാം തികഞ്ഞവരുടെ ജീവിതത്തിൽ, സ്നേഹം കൊണ്ടും പണം കൊണ്ടും ഒക്കെ എല്ലാം തികഞ്ഞവരുടെ ജീവിതത്തിൽ, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തവരുടെ ജീവിതത്തിൽ, സന്തോഷകരമായി മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നുപെട്ട് അവിടെയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതും അറിഞ്ഞിരിക്കണം. ആരെയും ഒരിക്കലും സന്തോഷത്തിൽ പ്രകൃതി മുന്നോട്ട് വിടുകയില്ല. ഇതൊക്കെ ആയിരിക്കാം ഒരു ജീവിതം അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ അവസ്ഥകൾ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ പ്രകൃതിക്കൊരു ഓളമുണ്ടാകാൻ ഇടയായിത്തീരുന്ന സാഹചര്യങ്ങൾ എന്ന് പ്രകൃതി മനസ്സിലാക്കിയിരിക്കണം.
അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. എല്ലാം ശാന്തമായി കിടക്കുകയാണെങ്കിൽ ശാന്തമായി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനുഷ്യ മനസ്സുകളും ശാന്തമായി കിടക്കുകയാണെങ്കിൽ എല്ലാം ശാന്തമായിരിക്കും. കടൽ ശാന്തമായി കിടന്നാൽ ഇങ്ങനെ ശാന്തമായി കിടക്കും. പക്ഷെ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ കടൽ തിരമാലകൾ ഇളകുന്നു. അപ്പോൾ അത് മൊത്തത്തിലൊരു പ്രപഞ്ച ചലനത്തിനിടയാക്കി തീർക്കുന്നു. എന്ന് പറയുന്നത് പോലെ മനുഷ്യ ഹൃദയങ്ങളെയും മറ്റു എല്ലാ അവസ്ഥകളെയും ചലിപ്പിക്കാനുള്ള ഒരവസ്ഥയായിരിക്കാം പ്രകൃതിയുടെ ഈ വിദ്യകളൊക്കെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുവഴി മനുഷ്യ ഹൃദയങ്ങളും ജീവിതവും ഒക്കെ ചലിക്കാനിടയെത്തിയിരുന്നു, പറച്ച് നടപ്പെടാനിടയെത്തിയിരുന്നു. ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹം പറച്ച് നടപ്പെടുന്നു മറ്റൊരു സ്ഥലത്തേക്ക്. ഒരു കുടുംബത്തിന് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ആ കുടുംബം പറിച്ച് നടപ്പെടുന്നു അടുത്ത സ്ഥലത്തേക്ക്. ചെടികൾ പറിച്ചു കൊണ്ടുപോയി മറ്റുള്ളവർ മറ്റു സ്ഥലത്ത് വെച്ച് അവിടെയും അത് വളർത്തിയെടുക്കുന്നത് പോലെ ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ഒരു പ്രത്യേക അവസ്ഥകളാണ് ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ജീവിതത്തിൽ സ്നേഹബന്ധങ്ങളിലും പല കാര്യങ്ങളിലും ഇതൊക്കെ പ്രായോഗികമാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.